2024 റിലീസ് ചെയ്ത ഒരു ഫിലിപ്പീൻസ് സോംബി ഹൊറർ മൂവിയാണ് ഔട്ട്സൈഡ്. ഫിലിപ്പീൻസിൽ ഇറങ്ങിയ ആദ്യത്തെ സോംബി മൂവി. ഒരുപാട് സോംബി മൂവികൾ കണ്ടിട്ടുണ്ടല്ലേ? അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു സോംബി മൂവി. കൂടുതലൊന്നും കഥയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ കരിമ്പിൻ പാടത്തിന്റെ നടുവിലൂടെ പോകുന്ന ഒരു വാൻ ആണ് കാണിക്കുന്നത്. ആ വാൻ ഓട്ടിക്കുന്നയാളാണ് നമ്മുടെ നായകൻ. പേര് ഫ്രാൻസിസ്. തൊട്ടപ്പുറത്തായിട്ടുള്ളത് അവന്റെ വൈഫ് ഐറിസ്, നമ്മുടെ നായിക. കൂടെ തന്നെ അവരുടെ മക്കളുണ്ട്, ജോഷുവ ആൻഡ് ലൂക്കാസ്. എല്ലാവരും ഇപ്പോൾ ആകെ പേടിച്ചൊരവസ്ഥയിലാണുള്ളത്. അവർ സഞ്ചരിക്കുന്ന വാൻ തന്നെ കണ്ടാൽ അറിയാം കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് പന്തിയല്ലെന്ന്. കണ്ടിട്ട് ഒരു സോംബി അറ്റാക്ക് സർവൈവ് ചെയ്തിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നത് കൂടിയില്ല. ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് ഫ്രാൻസിസ് ജനിച്ചു വളർന്ന അവന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന പഴയ വീട്ടിലേക്കാണ്. രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ് സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലുള്ള ഈ വീട്ടിലേക്ക് തിരികെ വരേണ്ട സാഹചര്യം വന്നതും. എന്നാൽ വീടിന്റെ ഉള്ളിലേക്ക് കയറിയതും ഇവിടുത്തെ അവസ്ഥയും ഏകദേശം അതൊക്കെ തന്നെയാണെന്ന് അവന് മനസ്സിലായി. വീട് മുഴുവനും ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണേ. ഫ്രാൻസിസ് ശബ്ദമുണ്ടാക്കാതെ പതിയെ വീട് മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി. സേഫ്റ്റിക്കായിട്ട് കയ്യിലൊരു ഇരുമ്പ് റോഡും കൂടി എടുത്തിട്ടുണ്ട്. താഴെ ആരെയും കാണാത്തത് കൊണ്ട് മുകളിലുള്ള അവന്റെ അച്ഛന്റെ മുറിയിലേക്കാണ് അവൻ ആദ്യം പോയത്. ഡോറ് തള്ളി തുറന്നപ്പോഴേ ഒടുക്കത്തെ നാറ്റം. എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ മരിച്ച് പുഴുവരിച്ച് കിടക്കുവാണ്. ആശ്വാസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സോംബിയായി മാറുന്നതിന് മുന്നേ തന്നെ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ ആ കാഴ്ച കണ്ടിട്ട് അവന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. അവൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുക്കുന്നു. ശേഷം കയ്യിൽ കെട്ടിയിരുന്ന വാച്ചും കൂടി എടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സോംബിയായി മാറിയ അവന്റെ അമ്മ ചുവരിൽ ചാരി നിൽക്കുന്നത് അവൻ കാണുന്നത്. സ്വന്തം അമ്മയില്ലേ? അവൻ അറിയാതെ അമ്മ എന്ന് വിളിച്ചുപോയി. എന്നാൽ ശബ്ദം കേട്ടതും ആ സോംബി ഫ്രാൻസിസിന് നേരെ തിരിയുന്നു. ഇടയ്ക്കിടയ്ക്ക് സോറി സോറി എന്നത് വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് മുന്നോട്ടേക്ക് നടന്നതും ആ സോംബി അരഭാഗം വെച്ച് രണ്ടായിട്ട് മുറിഞ്ഞു വീഴുന്നു. എന്നിട്ടും സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കടിച്ചു കയറാനായിട്ട് അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരികയാണ്. ഭാഗ്യത്തിന് കയ്യിൽ തോക്കുണ്ടായതുകൊണ്ട് ഒറ്റ വെടിക്ക് കാര്യം തീർത്തു. സോംബിയെ കയറി അമ്മയെന്ന് വിളിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ. എല്ലാം കഴിഞ്ഞതും അച്ഛന്റെയും അമ്മയുടെയും ബോഡി വീടിന് അടുത്തുള്ള കരിമ്പിൻ കാട്ടിലായിട്ട് അവൻ കുഴിവെട്ടി മൂടി. അന്നത്തെ ദിവസം അങ്ങനെയും കടന്നുപോയി. നേരം വെളുത്ത് ഉറങ്ങി എഴുന്നേറ്റ് ഐറിസ് നോക്കുമ്പോൾ ഫ്രാൻസിസ് ഇപ്പോഴും ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എങ്ങനെ ഉറങ്ങാനാകുമല്ലേ? അവിടെയുള്ള വെള്ളം പോലും ആദ്യം വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ലായിരുന്നു. അതിലും സോംബി വൈറസ് കലർന്നിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് തന്നെ ആദ്യം ഫ്രാൻസിസ് കുടിച്ചു നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള തന്റെ കുടുംബത്തെ കുടിക്കാൻ അയാൾ അനുവദിച്ചതും. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഐറിസ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. പിന്നെ ഐറിസ് ഒരു നേഴ്സും കൂടിയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ ഒരു ബാഗിലാക്കി കൊണ്ടുവന്നിരുന്നു. എന്തൊക്കെയോ ടെൻഷൻ മനസ്സിലിട്ട് അവളൊരു സിഗരറ്റ് വലിച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ ഫ്രാൻസിസ് നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ അതിനെപ്പറ്റി അവളോടൊന്നും ചോദിച്ചില്ല. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അവിടുന്ന് കിട്ടിയാലോ? അതും ചിന്തിച്ച് തന്റെ മൂത്ത മകനായ ജോഷുവയും കൂട്ടി ഫ്രാൻസിസ് അവിടേക്ക് പോകുന്നു. അകത്തേക്ക് കയറിയതും അതിന്റെ ഉള്ളിലായിട്ട് കൂട്ടിലടച്ച രീതിയിൽ ഒരു കോഴിയുണ്ട്. പിന്നെ ഒരു ടേപ്പ് റെക്കോർഡറും കൂടെ ഒരു ടോർച്ച് ലൈറ്റും. അതൊക്കെ കണ്ട സന്തോഷത്തിൽ ജോഷു ഓടി വന്ന് അതെടുത്ത് തിരിയുമ്പോഴാണ് കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ ഒരു ഡെഡ് ബോഡി കാണുന്നത്. അവൻ ശരിക്കും പേടിച്ചു പോയി. എന്നാൽ ഫ്രാൻസിസിനാണെങ്കിൽ വലിയ കുലുക്കൊന്നുമില്ല. ആ ഡെഡ് ബോഡിയുടെ അരയിലായിട്ട് കോഴിക്കൂടിന്റെ ചാവി തൂങ്ങിക്കിടപ്പുണ്ട്. അതെടുക്കാനായിട്ട് ഫ്രാൻസിസ് ജോഷുവോട് പറയുന്നു. എന്തിനാ പേടിക്കുന്നത്? അത് മരിച്ചു കഴിഞ്ഞു. ചത്തയാളുടെ ബോഡിയിൽ നിന്നും താക്കോൽ എടുക്കാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതും പറഞ്ഞ് അയാൾ അവനെ ഉന്തിത്തള്ളിവിട്ടു. ഒരു വിധത്തില് പേടിച്ച് വിറച്ച് അവൻ ചാവി എടുക്കുമ്പോഴാണ് അതിന്റെ കയർ പൊട്ടി പൊത്തോന്ന് പറഞ്ഞ് ആ ഡെഡ് ബോഡി അവന്റെ ദേഹത്തേക്ക് വീഴുന്നത്. ചെക്കൻ പേടിച്ച് നെഞ്ചു പൊട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. ഒരു വിധത്തിലാണ് അതിനെ തെള്ളിമാരിയിട്ടത്. അവിടുന്ന് ഓടിപ്പിടിച്ചു വന്ന് ആ ഡെഡ് ബോഡി തന്റെ ദേഹത്തെ എവിടെയൊക്കെയാണ് തട്ടിയത് അവിടെ മുഴുവനും വെള്ളം ഒഴിച്ച് ഉരച്ചു കഴുകുന്നു. അത്രയും വെറുത്തു പോയവൻ. എന്നാൽ ഫ്രാൻസിസ് ആണെങ്കിൽ ഇതൊക്കെ വെറും തമാശയായിട്ടാണ് കണ്ടതും. അങ്ങനെ അവിടുന്ന് ഐറിസ് ഫ്രാൻസിസിനെയും കൂട്ടി വീടിന്റെ ഉള്ളിൽ തന്നെ ജനറേറ്റർ വെച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട്. അവിടേക്ക് വരുന്നു. എന്നാൽ ആ റൂമിനുള്ളിൽ കയറിയതും ഫ്രാൻസിസ് ആകെ ടെൻഷനാകാൻ തുടങ്ങി. ദേഹം മുഴുവനും വീർത്തുവലിച്ച് കൈയൊക്കെ വിറച്ച് ആകെ വല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് ഐറിസ് കാര്യം ചോദിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞതുമില്ല. ജനറേറ്ററിൽ ഫ്യൂവൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. അത് കാരണം പിന്നീട് ശരിയാക്കാമെന്നും പറഞ്ഞ് അവരവിടുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ഫ്രാൻസിസ് പേടിക്കാനുള്ള കാരണം വേറൊന്നുമല്ല. കുഞ്ഞിലെ അവന്റെ അച്ഛൻ അവനെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. ഈ മുറിയിലിട്ടാണ് അയാൾ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഈ മുറിയിൽ കൊണ്ട് പൂട്ടിയിടുകയും ഒരുപാട് ദേഹോപദ്രവം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ആ ട്രോമയിൽ നിന്നും അവൻ പുറത്തേക്ക് കടന്നിട്ടില്ല. അങ്ങനെ രാത്രി ആയതും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ
ഇരിക്കുകയാണ്. ഐറിസും ജോഷുവൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായിരുന്നെങ്കിൽ ഫ്രാൻസിസ് മാത്രം ഒരു ടെൻഷനുമില്ലാതെ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. നാളത്തെ കാര്യം എങ്ങനെയാ? നമുക്ക് ഇവിടുന്ന് പോണ്ടേ? എന്തിനാണ് പോകുന്നത്? ഇവിടെ ഫുഡുണ്ട്, ക്ലീൻ വാട്ടർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതായിരിക്കും സേഫ്. നമ്മൾ ഇതിനു മുന്നേ നിന്ന സ്ഥലത്തെ അപേക്ഷിച്ച് ഈ സ്ഥലം സ്വർഗത്തെ പോലെയാണ്. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നത് വരെ ഇവിടെ നിൽക്കുന്നതായിരിക്കും സേഫ്. പക്ഷെ എത്ര നാളത്തേക്ക്? ഫുഡ് തീരില്ലേ? പിന്നെ സിഗ്നൽ കിട്ടുന്നില്ല, കറണ്ട് ഇല്ല. മാത്രമല്ല ഇവിടെ ഇങ്ങനെ നിന്നാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയാനാ? ലാസ്റ്റ് കേട്ട ന്യൂസ് അനുസരിച്ച് നമ്മൾ നോർത്തിലേക്ക് പോകുന്നതായിരിക്കും സേഫ്. ഇവിടെ ഒട്ടും സേഫ് അല്ല. നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് കണ്ടില്ലേ? ഐറിസ് അത് പറഞ്ഞതും ഫ്രാൻസിസ് അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛാ, അമ്മ പറഞ്ഞതാ ശരി. എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫാമിലി നോർത്തിലേക്കാണ് പോയത്. അവിടേക്ക് നമുക്ക് പോയാലോ? ജോഷുവ, നിന്റെ ഗേൾഫ്രണ്ടിനെ നോക്കാൻ വേണ്ടി ഇവിടുന്ന് ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല, മനസ്സിലായോ? എടുത്തടിച്ചതുപോലെ അയാൾ പറഞ്ഞതും പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. ജോഷു ആണെങ്കിൽ സങ്കടത്തോടെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് തന്റെ ഗേൾഫ്രണ്ടിന്റെ മെസ്സേജ് അയച്ചു നോക്കി. പക്ഷേ സിഗ്നൽ ഇല്ലാത്തത് കാരണം അത് ഡെലിവർ ആയില്ല. അവളുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചാർജ് തീർന്ന് മൊബൈൽ ഓഫായി പോകുന്നത്. ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈയിടെയായിട്ട് ജോഷുവയുടെ ഒരുപാട് റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഐറിസ് അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ മറുപടി ഒന്നും നൽകുന്നില്ല. നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഫ്രാൻസിസിന്റെ കുഞ്ഞിലെ അവന്റെ അച്ഛൻ അവൻ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നെന്ന്? ഇന്നും അതെല്ലാം സ്വപ്നം കണ്ട് അവൻ എന്നും രാത്രി ഞെട്ടി എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും ഇവിടുന്ന് പോകണോ വേണ്ടോ എന്നുള്ളത് അവരെ വീണ്ടും ചർച്ച ചെയ്യുന്നു. നീ ചുറ്റിന് നോക്ക്, ഇവിടെ എന്ത് ശാന്തമാണ്, എന്ത് സേഫ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ പറയുന്നത് ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും അതുപോലത്തെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. മറന്നുപോയ ഓർമ്മകളെല്ലാം വീണ്ടും നിങ്ങളെ തേടി വരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നമ്മുടെ കുട്ടികൾക്ക് നല്ലത്. അവസാനം ഫ്രാൻസിസ് അവിടുന്ന് പോകാൻ സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് തന്നെ അവരവിടുന്ന് പുറപ്പെടുകയാണ്. നമ്മൾ നോർത്തിലേക്ക് പോകുന്നതായിരിക്കും സേഫ്. ശരിയാച്ചാ, ഡിയോഗ അങ്കിളും അത് തന്നെ പറഞ്ഞത്. എന്നാൽ ജോഷുവ ആ പേര് പറഞ്ഞതും ഫ്രാൻസിസിന്റെ ഭാവം തന്നെ അങ്ങ് മാറി. അവൻ എപ്പോഴാ നിന്നോടത് പറഞ്ഞത്? എന്നോടല്ല അച്ഛാ പറഞ്ഞത്. നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്നും ആദ്യം രക്ഷപ്പെട്ടില്ലേ? ആ സമയത്ത് അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടതാ. അങ്കിളാ പറഞ്ഞത് നോർത്തിലേക്ക് വരാൻ. എന്നാൽ അത് കേട്ടതും ഫ്രാൻസിസിന്റെ ദേഷ്യം അടക്കാനായില്ല. കാരണം ഐറിസിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു അത്. ഓ, അപ്പോൾ അവൻ പറഞ്ഞത് കൊണ്ടാണോ നീ അങ്ങോട്ടേക്ക് പോകാൻ നിർബന്ധം പിടിക്കുന്നത്? അതവൻ നമ്മൾ സേഫ് ആണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെന്താ അവൻ എന്നെ വിളിക്കാഞ്ഞത്? അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് അവര് വഴക്കായി. അച്ഛാ ശ്രദ്ധിച്ച്, ജോഷ വിളിച്ചു പറഞ്ഞതും അവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നു. എന്താണെന്ന് വെച്ചാൽ മുന്നിലായിട്ട് ഒരു പാലമാണ്. സോംബി അറ്റാക്ക് മൂലം ഒരു പരുവായി കിടക്കണം അവിടെ. മാത്രമല്ല പാലത്തിന്റെ അവസാനം അങ്ങോട്ടേക്ക് വണ്ടികൾ പോകാതിരിക്കാനായിട്ട് ഒരു വേലിയും കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നത് സേഫ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തിരികെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. വേണ്ട, നമുക്ക് ഇതുവഴി തന്നെ പോകണം. ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് കയ്യിലൊരു കത്തിയും എടുത്തുകൊണ്ട് ഐറിസ് പുറത്തേക്ക് ഇറങ്ങുന്നു. നടന്ന് നടന്ന് ആ വേലിയുടെ അടുത്തെത്തിയതും കയ്യിലെ കത്തി വെച്ച് അവൾ അതിലേക്ക് ആഞ്ഞു വെട്ടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ശബ്ദം കേട്ടുകൊണ്ട് അവളുടെ തൊട്ടു പിറകിലായിട്ട് ഒരു സോംബി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ഐറിസ് സോംബിയെ കണ്ടതും പേടിച്ചു പോയി. ഈ സോംബികൾക്കൊന്നും കണ്ണു കാണില്ല കേട്ടോ. ശബ്ദവും മനുഷ്യരുടെ മണവും വെച്ചാണ് അവർ വേട്ടയാടുന്നത്. ഐറിസിന്റെ മണം കിട്ടിയതും അത് അവളുടെ അടുത്തേക്ക് ഒരു ഒറ്റച്ചാട്ടം. എന്നാൽ അതിനു മുന്നേ അവൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട ഫ്രാൻസിസ് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് ആ സോംബിയുടെ നെറ്റിക്ക് തന്നെ ഒരു ഒറ്റ വെടി. എന്നാൽ തോക്കിന്റെ ശബ്ദം കേട്ടതും മറ്റൊരു സോംബി ഇവരുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നു. ഇതാണെങ്കിൽ ഐറിസ് ഫ്രാൻസിസ് കണ്ടതുമില്ല. സോംബിയെ കണ്ട് ജോഷ വേഗം കാറിന്റെ ഹോൺ അടിച്ചപ്പോഴാണ് അവർ ആ സോംബിയെ കാണുന്നതും. അപ്പൊ തന്നെ ഒറ്റ വെടിയിൽ അതിന്റെ കഥയും തീർത്തു. പക്ഷേ ആ രണ്ട് സോംബികൾ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. കാറിന്റെ ഹോൺ ശബ്ദം കേട്ടുകൊണ്ട് സകലതും കൂടി കാറിന്റെ നേരെ വന്നിരിക്കുകയാണ്. എല്ലാം കൂടി ആ രണ്ട് പിള്ളേരെയും കടിച്ചു തിന്നാനുള്ള വെറിയിൽ അവരുടെ കാറിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. ജോഷയെ ലൂക്കാസും കൂടി പേടിച്ച് അവിടെ കിടന്ന് നിലവിളിച്ച് തകർക്കുകയാണ്. ഇത് കണ്ട ഫ്രാൻസിസ് അവിടെ നിന്ന് ഒരു സോംബിയുടെ തലയ്ക്ക് വെടിവെക്കുന്നു. എന്നാൽ വെടിശബ്ദം കേട്ടതും എല്ലാ സോംബികളും വാനിനെ വിട്ട് നേരെ നമ്മുടെ ഫ്രാൻസിസിന്റെ പുറകെ പോകാൻ തുടങ്ങി. ഈ ക്യാപ്പ് നോക്കി ഐറിസ് ഓടി വന്ന് കുട്ടികളെ കൊണ്ട് അവിടെ ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ പെട്ടുപോയത് നമ്മുടെ ഫ്രാൻസിസ് ആണ്. തോക്കിലാണെങ്കിൽ ഉണ്ടയുമില്ല. ഇത്രയും സോംബികളെ കൊണ്ട് ഒരുമിച്ച് എങ്ങനെ നേരിടാനാണ്? എന്ത് വേണമെന്നറിയാതെ ജീവനം കൊണ്ട് ഓടുന്ന വഴിക്കാണ് അവിടെ മരിച്ചു കിടന്ന ഒരു ആർമിക്കാരന്റെ ദേഹത്ത് ഒരു ഗ്രനേഡ് അവൻ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതെടുത്ത് സോംബികളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഒറ്റ ബോംബിലെ സകല സോംബികളും തീരുകയും ചെയ്തു. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആളുടെ കാര്യം ഗോവിന്ദ. ഇനി എന്തായാലും നോർത്തിലേക്കുള്ള പോക്ക് നടക്കില്ലല്ലോ. അത് കാരണം വേറെ വഴിയില്ലാതെ അവർ തിരികെ ആ വീട്ടിലേക്ക് തന്നെ പോകുന്നു. പോകാൻ കാറില്ലാത്തത് കൊണ്ട് അവിടെ വരെ നടന്നാണേ പോയത്. അങ്ങനെ 2 ആഴ്ചകൾ കഴിഞ്ഞുപോയി. ഇപ്പോഴും ഇവരുടെ വാൻ ആ പാലത്തിൽ കിടക്കുമല്ലേ. സോംബികൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി ഫ്രാൻസിസ് അത് എടുക്കാനായിട്ട് വരുന്നു. ആദ്യം അത് സ്റ്റാർട്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറെ തവണ ട്രൈ ചെയ്തപ്പോഴേക്കും അത് സ്റ്റാർട്ടായി. എന്നാൽ അത് സ്റ്റാർട്ടായെങ്കിലും അവൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വാൻ ഉണ്ടെങ്കിലല്ലേ അവരിവിടുന്ന് പോകണമെന്ന് പറയൂ. ഇതില്ലെങ്കിൽ താൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അതും ചിന്തിച്ച് വാൻ എടുക്കാതെയാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. മാത്രമല്ല അവിടെ കിടന്നിരുന്ന വണ്ടികളിൽ നിന്നെല്ലാം പെട്രോളും പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും കൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഫ്രാൻസിസ്, നമ്മുടെ വാൻ എന്തിയെ? അത് ബ്രേക്ക് ഡൗൺ ആയി. അത്രയും മാത്രം പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. അവൻ നേരെ വന്നത് ആ ജനറേറ്റർ റൂമിലേക്ക്
ഉള്ളിലേക്കാണ്. അതിന്റെ ഉള്ളിൽ കയറിയതും വീണ്ടും അവന്റെ അച്ഛന്റെ ഓർമ്മകൾ കയറി വരുന്നു. എങ്കിലും അതെല്ലാം ഒരു വിധത്തിൽ മാനേജ് ചെയ്തു. ശേഷം കൊണ്ടുവന്ന ഫ്യൂവല് ജനറേറ്ററിലേക്ക് ഒഴിക്കുന്നു. അതോടെ ആ വീട്ടിലുണ്ടായിരുന്ന ലൈറ്റും ഫാനും എസിയും എല്ലാം ഓണായി. മാത്രമല്ല ഒരു ഗ്രാമഫോണും കൂടി ഉണ്ടായിരുന്നു അവിടെ. അതിലൊരു പാട്ടൊക്കെ ഇട്ട് തന്റെ മക്കളോടൊപ്പം അവൻ എൻജോയ് ചെയ്യുകയാണ്. പക്ഷേ ഐറിസിന് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ അന്ന് രാത്രിയായതും ജോഷെ ലൂക്കാസും കൂടി അവിടെയുള്ള ഒരു ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിൽ നിന്നും അവർക്കൊരു പഴയ ആൽബം കിട്ടുന്നു. അത് തുറന്നതും അതിനകത്തായിട്ട് ഫ്രാൻസിസിന്റെയും പിന്നെ ഡിയാഗോ അങ്കിളിന്റെയൊക്കെ ഒരുപാട് പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. ദേ നമ്മുടെ ഡിയാഗോ അങ്കിളിന്റെ കണ്ടോ, ശരിക്കും കാണാൻ നിന്നെ പോലെ തന്നെയുണ്ട്. ജോഷെ നോക്കുമ്പോൾ ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ശരിക്കും ഡിയാഗോ അങ്കിളിനെ കാണാൻ തന്നെ പോലെ തന്നെ. ഇനിയിപ്പോൾ അങ്കിൾ ആയിരിക്കുമോ തന്റെ യഥാർത്ഥ അച്ഛൻ? അങ്ങനെ പിറ്റേന്നായതും ഫ്രാൻസിസ് തന്റെ അച്ഛന്റെ ഡ്രസ്സ് എടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ അച്ഛന്റെ ഡ്രസ്സ് എടുത്തിരുന്നത്? ഇന്നു മുതൽ ഞാൻ കൃഷി ചെയ്യാൻ പോകുകയാ. ഈ പ്രശ്നമെല്ലാം തീരുന്നതുവരെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോ കഴിക്കാൻ ആഹാരം വേണ്ടേ? നമുക്കുള്ള ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കും. എന്നാൽ അവൻ പറഞ്ഞ ഈ കാര്യമൊന്നും ഐറിസിന് ഒട്ടും പിടിച്ചിട്ടില്ല. പക്ഷേ സമ്മതിക്കാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആള് പുറത്തേക്ക് വന്നപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഫുഡ് കഴിക്കുമായിരുന്നു. നിങ്ങൾ ഇതാണോ കഴിക്കുന്നത്? അച്ഛൻ പോയി കോഴി മുട്ടയിട്ടോട് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ അയാൾ വെളിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴിക്കുണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ കോടിന്റെ ഉള്ളിൽ കയറിയതും ദേ നിൽക്കുന്ന ഒരു യമണ്ടം പട്ടി മണ്ണിൽ കുഴിയുണ്ടാക്കി അതിനുള്ളിൽ കൂടി കൂടിനകത്തേക്ക് കയറിയതാണ്. ഫ്രാൻസിസിനെ കണ്ടതും ഇപ്പോൾ കടിച്ചു കീറുന്ന രീതിയിൽ കുരയ്ക്കുകയാണത്. പേടി തോന്നിയെങ്കിലും കോഴിയെ വിട്ടുകൊടുക്കാൻ അവന് മനസ്സ് വന്നില്ല. അതിനെ ഒന്ന് വിരട്ടി വിടാമെന്ന് വെച്ച് ചെന്നതും അതവന്റെ കയ്യിൽ കയറിയ ഒരൊറ്റ കടി. ശേഷം ഒരു കോഴിയും പിടിച്ചുകൊണ്ട് ആ കുഴി വഴി തന്നെ പുറത്തേക്ക് ഓടുന്നു. എന്തിനാ വേണ്ടാത്ത പണി ചെയ്യാൻ പോകുന്നത്? അടങ്ങി നിന്നിരുന്നെങ്കിൽ ഈ കടി കിട്ടുമായിരുന്നോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ അവന്റെ മുറിയിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നു. ഇതേ സമയം ജോഷുവ റേഡിയും കൊണ്ട് റോഡിന് നടുക്ക് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയാലെന്ന് കരുതി അവൻ ഓരോരോ സ്റ്റേഷനുമായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞതും വിചാരിച്ചതുപോലെ അവന് സിഗ്നൽ കിട്ടുന്നു. ഡെൽറ്റ ക്യാമ്പ് എന്നാണ് അതിൽ പറയുന്നത്. അത് തന്നെ കുറെ നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജോഷുവ അത് ശ്രദ്ധയോടെ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ബാറ്ററി ഡെഡായിട്ട് റേഡിയോ ഓഫായി. എന്ത് വേണമെന്നറിയാതെ അവൻ അവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് നോക്കി വിളിച്ചു പോകുന്നു. ശബ്ദം കേട്ടതും ഫ്രാൻസിസും ഐറിസും കൂടി കാര്യം എന്താണെന്ന് അറിയാതെ അവന്റെ അടുത്തേക്ക് വെപ്രാളത്തോടെ വരുന്നു. അമ്മ, എനിക്ക് ഈ റേഡിയോയിൽ ഒരു സിഗ്നൽ കിട്ടി. അവരെന്തോ ക്യാമ്പിനെ പറ്റിയാ പറഞ്ഞത്. ഈ റേഡിയോ വർക്കിംഗ് അല്ലല്ലോ. പിന്നെ എങ്ങനെയാ നിനക്ക് സിഗ്നൽ കിട്ടിയത്? അച്ഛാ, എന്റെ കാതിന് ഒരു കുഴപ്പമില്ല. സത്യമായിട്ട് ഞാൻ കേട്ടതാ. എന്നാൽ ജോഷുവ എത്ര പറഞ്ഞിട്ടും ഫ്രാൻസിസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. നീ ഈ റേഡിയോ വെച്ച് എന്താന്ന് വെച്ചാൽ കാണിക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. ഫ്രാൻസിസിന്റെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരിക്കലും ഇവര് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ എന്തൊക്കെ ശ്രമിച്ചാലും ഫ്രാൻസിസ് അതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്തതും. അങ്ങനെ പിറ്റേ ദിവസമായി. ഫ്രാൻസിസ് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോഷു അവിടേക്ക് വരുന്നത്. അച്ഛാ, ആ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യാമോ? റേഡിയോ ഓൺ ചെയ്യാനായിട്ട് ഞാനൊരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചാർജ് ചെയ്താലേ വർക്കാവൂ. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ ആ റേഡിയോ വർക്ക് ചെയ്യില്ലെന്ന്. പിന്നെ എന്തിനാവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ സിഗ്നൽ കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ആ ക്യാമ്പിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് സോംബികൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാലോ? അതിലെ ഒരു സോംബിയെങ്കിലും കൊല്ലാൻ നിനക്ക് ധൈര്യമുണ്ടോ? അത് പിന്നെ എനിക്ക് പറ്റും. തീർച്ചയായിട്ടും എനിക്ക് കൊല്ലാൻ പറ്റും. അങ്ങനാണോ? നീ സോംബിയെ കൊല്ലുവോ? എങ്കിൽ എനിക്ക് കാണിച്ചതാ. അതും പറഞ്ഞ് അവനെ അടുത്തുള്ള കരിമ്പിൻകാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഒരു കരിമ്പ് വെട്ടിയെടുത്ത് തറയിൽ കുത്തിവെക്കുന്നു. അതിന്റെ തൊട്ടുമുകളിലായിട്ട് ഒരു ബോട്ടിലും വെക്കുന്നുണ്ട്. ശേഷം ജോഷുവയുടെ കയ്യിലായിട്ട് ഒരു ഗണ്ണും കൂടി കൊടുക്കുന്നുണ്ട്. ആ ബോട്ടിൽ കണ്ടോ, കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് പുറത്തു പോകുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം. എന്നാൽ തോക്ക് കയ്യിൽ കിട്ടിയതും ജോഷു ആകെ പേടിച്ച് പറിച്ചിരിക്കുവാണ്. അവൻ ആ തോക്കൊന്ന് ശരിക്കും പിടിക്കാൻ പോലും അറിയില്ല. ഇതേ സമയം ഫ്രാൻസിസിനാണെങ്കിൽ കുഞ്ഞിലെ തന്റെ അച്ഛൻ തന്നോട് കാണിച്ച എല്ലാ ക്രൂരതകളും ഓർമ്മ വരുന്നു. അത് അതേപോലെ തന്നെ ഓരോന്നായിട്ട് ഇവനോട് കാണിക്കുവാണ് അയാള്. വിറച്ച് അവൻ ആദ്യം ഷൂട്ട് ചെയ്തതും അതങ്ങ് മിസ്സായി പോയി. വീണ്ടും ഷൂട്ട് ചെയ്തതും അതും മിസ്സായി. അതേസമയം ഗണ്ണിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഐറിസും ലൂക്കാസും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തോ അവിടെ വായി നോക്കി നിൽക്കുന്നേ? മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്തോ? ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് അയാൾ അവനെ ശരിക്കും ടോർച്ചർ ചെയ്യുകയായിരുന്നു. അവസാനം ടോർച്ചർ താങ്ങാൻ പറ്റാതെ ഷൂട്ട് ചെയ്തതും അത് വന്ന് കൃത്യമായിട്ട് ബോട്ടിൽ കൊള്ളുകയും ചെയ്തു. അതോടെ ഫ്രാൻസിസ് കുറച്ചു നടങ്ങി. അച്ഛാ, ദേ അത് നോക്കേ. ലൂക്കാസ് പറഞ്ഞത് കേട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴോ കരിമ്പുകാട്ടിനുള്ളിൽ നിന്നും ഒരു സോംബി ഇങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഒരു സോംബി അല്ല കേട്ടോ, ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു. അത് വെടിവെച്ച് കേട്ട് പുറകിൽ കാണുന്ന ആ ചർച്ചിൽ നിന്ന് വന്നതാണ് സോംബികൾ. കുറഞ്ഞത് ഒരു 10-30 സോംബിയെങ്കിലും കാണും. ഇവരുടെ മണം കിട്ടിയതും എല്ലാം കൂടി ഇവരെ കടിച്ചു കീറാനായിട്ട് ഓടി വരികയാണ്. 4 പേരും കൂടി ജീവനും കൊണ്ട് ഓടടാ ഓട്ടം. തൊട്ടു പിറകെ വിറ പിടിച്ച പോലെ സോംബീസും ഓടി ഒരുവിധം വീട്ടിലെത്തിയതും എല്ലാവരും പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി കഥ അടയ്ക്കുന്നു. ശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഓടി കയറുന്നത്. അവിടെയുള്ള ബാൽക്കണിയിൽ വന്ന് പേടിച്ച് വിറച്ചിരിക്കുകയാണ് 4 പേരും കൂടി. അല്പനേരം കഴിഞ്ഞതും ഫ്രാൻസിസ് പതിയെ ബാൽക്കണി വഴി താഴേക്ക് എത്തി നോക്കി. അയാൾ ശരിക്കും ഞെട്ടി. കുറഞ്ഞത് ഒരു 10-50 സോംബിയെങ്കിലും കാണും. ഒരുപക്ഷെ ഫ്രാൻസിസ് ബാൽക്കണി വഴി എത്തി നോക്കിയത് കൊണ്ടായിരിക്കാം. വീണ്ടും മനുഷ്യന്റെ മണമടിച്ചതും അതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് കഥ തല്ലി പൊളിക്കാൻ നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഇനി തങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. അവസാന പ്രതീക്ഷയും കൈവിട്ട് മരണത്തെ കാത്തു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാറിന്റെ ഹോണടി ശബ്ദം കേൾക്കുന്നത്. ഹെഡ്ലൈറ്റും ഇട്ട് ഭയങ്കര ശബ്ദത്തിൽ ഹോണടിക്കുകയാണ് ആ കാറ്. ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സോംബീസ് മുഴുവനും ആ കാറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ തന്നെ ആ കാർ റിവേഴ്സ് എടുത്ത് റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സകല
സോംബികളും ആ കാറിന്റെ പിറകെ പായുകയാണ്. അയാൾ ആരാണെന്ന് അറിയില്ലെങ്കിലും ഈ നിമിഷം ഇവർക്ക് അയാൾ ദൈവത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ എല്ലാം തീർന്നേനെ. അങ്ങനെ പിറ്റേന്നായതും ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങി അവിടെ മുഴുവൻ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇന്നലെ വന്നത് ആരാണെന്ന് അവനിപ്പോൾ നല്ല ബോധ്യമുണ്ട്. അയാൾ ഇപ്പോൾ എവിടെ കാണുമെന്ന് അവനറിയാം. നേരെ അയാളെ തേടി അയാൾ ഉള്ളിടത്തേക്ക് പോകുന്നു. അത് വേറെ ആരോ ആയിരുന്നില്ല, അതാണ് ഡിയാഗോ അങ്കിൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാൻസിസിന്റെ ബ്രദർ. ഐറിസിന് ബന്ധമുണ്ടായിരുന്നതും ഇയാളുമായിട്ടാണ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നോർത്തിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴി അച്ഛനെ അമ്മയും നോക്കാന്ന് കരുതി. പക്ഷേ നീ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്നാൽ ഫ്രാൻസിസിനാണെങ്കിൽ ഡിയാഗെ കണ്ടത് മുതൽ കലിപ്പിളകി നിൽക്കുവാണ്. എത്ര നാൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനാ ഉദ്ദേശം? ഫാമിലിയും കുട്ടി എന്റെ കൂടെ വന്നൂടെ? എന്റെ കുടുംബത്തെ എന്നിൽ നിന്ന് പിരിക്കാനല്ലേ നിന്റെ ഉദ്ദേശം? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലടാ. പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലായതും ഡിയാഗോ വന്ന പോലെ തന്നെ തിരികെ പോകാൻ നോക്കുന്നു. എപ്പോഴെങ്കിലും മനസ്സ് മാറുവാണെങ്കിൽ ദേ ഈ സ്ഥലത്തേക്ക് വന്നാൽ മതി, അവിടെയാണ് ക്യാമ്പുള്ളത്. അതും പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാപ്പ് തറയിലേക്ക് വെച്ച ശേഷം അവൻ അടുത്ത് പോകുന്നു. അവൻ പോയതിന്റെ പുറകെ ഫ്രാൻസിസ് ഓടിച്ചെന്ന് ആ മാപ്പ് എടുത്ത് കത്തിക്കാൻ നോക്കി. പക്ഷേ അത് കത്തിക്കാനായിട്ട് ഒട്ടും മനസ്സ് വന്നില്ല. ഒരു പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും പ്രയോജനം വന്നാലോ? അതുകൊണ്ട് തന്നെ ആ മാപ്പ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഡിയാഗോ പോകാൻ നേരം അവന്റെ ഒരു കോട്ട് അവിടെ മറന്നു വെച്ചിട്ടാണ് അവൻ പോയത്. അതും എടുത്തുകൊണ്ട് അവൻ ഐറിസിന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ ഒരുപാട് താമസിച്ചു പോയി. അപ്പോഴേക്കും സോംബികൾ അവനെ കൊന്നിരുന്നു. ഡിയാഗോ മരിച്ചെന്നുള്ളത് ഐറിസിന് സഹിക്കാനായില്ല. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും ഫ്രാൻസിസ് ആ വീടിന്റെ പലയിടങ്ങളിലും പലക അടിച്ചുറപ്പിച്ചു വെക്കുന്നു. മെയിൻ ഡോർ ഒഴികെ ബാക്കിയുണ്ടായിരുന്ന ജനലുകളും വാതിലുകളും മുഴുവനും ആർക്കും അകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ പലക അടിച്ച് ഉറപ്പിച്ചു വെക്കുന്നു. അവന്റെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് പിള്ളേർ ഒരു മാതിരി നോക്കി നിൽക്കുകയാണ്. അല്പനേരം കഴിഞ്ഞതും ലൂക്കാസ് ഒരു ബാറ്റ് എടുത്ത് കണ്ണിൽ കാണുന്ന ഈച്ചകളെ മുഴുവൻ അടിക്കാൻ തുടങ്ങി. ഈച്ചയുടെ പിറകിൽ പോയി അവൻ നേരെ എത്തുന്നത് ജനറേറ്റർ റൂമിലേക്കായിരുന്നു. അകത്തേക്ക് കയറിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിന്റെ അടുത്തായിട്ട് ഒരു സോംബി ഇരിക്കുന്നത് കണ്ടതും അവൻ ശരിക്കും പേടിച്ചു പോയി. ആ സമയം ഐറിസും അങ്ങോട്ടേക്ക് വന്നിരുന്നു. പേടിക്കണ്ട, ആ സോംബിക്ക് ഒരുപാട് വയസ്സായതാ. ഈ സോംബികളെല്ലാം നല്ല വീക്കായിക്കൊണ്ടിരിക്കുക. കുറെ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. അപ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, ഒരു പ്രശ്നവും വരില്ല. എന്നാൽ ഇവരീ സംസാരിക്കുന്നതെല്ലാം ഒരു ചുവരിനപ്പുറം നിന്ന് നമ്മുടെ ഫ്രാൻസിസും കേൾക്കുന്നുണ്ടായിരുന്നു. ആ സോംബി അവിടുന്ന് പതിയെ പുറത്തേക്ക് പോയതും ഫ്രാൻസിസും അതിന്റെ പുറകെ ചെല്ലുന്നു. ഐറിസ് പറഞ്ഞതുപോലെ തന്നെ ആ സോംബി വളരെ വളരെ വീക്കായിരുന്നു. തനിയെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. തോക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുള്ള അരിവാള് വെച്ച് അവൻ അതിന്റെ തലയ്ക്ക് ഒരൊറ്റ വിട്ട് ശേഷം അതിന്റെ ബ്ലഡ് മുഴുവനും തന്റെ ദേഹത്തേക്ക് തേക്കുന്നു. പിന്നീട് വെട്ടിയെടുത്ത സോംബിയുടെ തലയുമായിട്ട് ഓടിക്കിതച്ച രീതിയിൽ അവൻ വീട്ടിലേക്ക് വരികയാണ്. ദേ ഇത് കണ്ടോ, ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു. എന്തൊരു വേഗതയാണ് അതിനൊക്കെ. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനി ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവിടെ മുഴുവൻ സോംബികളാ. അകത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും സേഫ്. ഇതൊക്കെ കണ്ടതും പിള്ളേര് രണ്ടും പേടിച്ചകത്തേക്ക് ഒരൊറ്റ ഓട്ടം. അങ്ങനെ അന്ന് രാത്രിയായിരുന്നു ഫ്രാൻസിസ് തന്റെ ഡ്രസ്സെല്ലാം മുറിയിട്ട് അകത്തേക്ക് കുളിക്കാനായിട്ട് പോയപ്പോഴാണ് അയാളുടെ പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മാപ്പ് ജോഷുവ കാണുന്നത്. അന്ന് രാത്രിയിലെ എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാനിരിക്കുന്ന സമയം ജോഷു ആ മാപ്പിനെ പറ്റി ഐറിസിനോട് പറയുന്നു. മാപ്പോ? എന്ത് മാപ്പ്? ഐറിസ് മാപ്പിനെ പറ്റി ചോദിച്ചുടനെ ഫ്രാൻസിസ് വേഗം വിഷയം മാറ്റുന്നു. നിങ്ങളുടെ അമ്മയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നതിന് മുന്നേ നിങ്ങളുടെ അമ്മ നമ്മളെ 3 പേരും വിട്ടിട്ട് പോകാൻ നോക്കിയതാ. സത്യമാണോ അല്ലേ എന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, നിങ്ങളെ ഇഷ്ടമല്ല. അതിനെപ്പറ്റി ചോദിക്ക് നിങ്ങൾ അമ്മയോട്. ജോഷയും ലൂക്കാസും തങ്ങളുടെ അമ്മ തങ്ങളെ വിട്ട് പോകാൻ ശ്രമിച്ചു എന്ന് കേട്ടതും രണ്ടുപേരും കരയാൻ തുടങ്ങി. ആക്ച്വലി ഈ സോംബിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ രണ്ടുപേരും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചതായിരുന്നു. ഐറിസിന് ഫ്രാൻസിസുമായിട്ട് ജീവിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. ഡിവോഴ്സ് വാങ്ങിയ ശേഷം ഡിയാഗോമായിട്ട് ജീവിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ആ സമയത്താണ് സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. അത് കാരണം ഇവർക്ക് വീണ്ടും ഒന്നിച്ചിരിക്കേണ്ടി വരുന്നു. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പൊ ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ആദ്യം ആ മാപ്പ് എന്താണെന്ന് പറ. നീ കുറെ നേരമായല്ല മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് മാപ്പല്ലേ വേണ്ടത്? ദാ പിടിച്ചോ. അതും പറഞ്ഞ് അവൻ മാപ്പ് എടുത്ത ശേഷം എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് തീ കത്തിക്കുന്നു. ഐറിസ് ഓടി വന്ന് അത് പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ദേഷ്യത്തോടെ അവന്റെ കർണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്ത ശേഷം അവൾ അവിടുന്ന് പോകുന്നു. എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ടും ഫ്രാൻസിസിന് മാത്രം ഒരു കുലുക്കോ ഇല്ല. ഒന്നും നടക്കാത്തതുപോലെ അയാളെ വീണ്ടും വന്ന് കഴിക്കാനിരിക്കുന്നു. എന്താണ് നോക്കിയിരിക്കുന്നത്? മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. പിള്ളേരെ നോക്കി വരട്ടിയതും രണ്ടുപേരും പേടിയോടെ തങ്ങളുടെ അച്ഛനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഫ്രാൻസിസ് കരിമ്പിന് കാട്ടിനുള്ളിൽ കയറി ഓരോ കരിമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കടിച്ചു നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഗൺഷോട്ടിന്റെ ശബ്ദം കേൾക്കുന്നത്. വെപ്രാളത്തോടെ അയാൾ ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാക്ടറിന്റെ മുകളിൽ കയറി അവിടെ മുഴുവൻ നിരീക്ഷിക്കുന്നു. അല്പം ദൂരെയായിട്ട് പുക ഉയരുന്നത് കാണാം. അവിടെ നിന്നാണ് ഈ തോക്കിന്റെ ശബ്ദം കേട്ടതും ഫ്രാൻസിസ് വേഗം വീട്ടിലേക്ക് വരുന്നു. ശേഷം ഒരു വലിയ തടി കൊണ്ടുവന്ന് ഡോറിന്റെ കുറുകെ വെച്ച് അത് ആണിയടിച്ചു വെച്ചു. അതിനുശേഷം ചങ്ങലയിട്ടും കൂടി പൂട്ടുന്നുണ്ട്. അച്ഛൻ എന്തായി കാണിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്ന നമുക്ക് എല്ലാവർക്കും വട്ടുപിടിക്കും. ജോഷുവ ദേഷ്യത്തോടെ പറഞ്ഞതും ഫ്രാൻസിസ് അതിന് ദേഷ്യത്തോടെ അവന്റെ ചെകിട്ടത്ത് നോക്കി ഒരു ഒറ്റയടി. അവന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് കൊണ്ട് ജോഷിയുടെ മുഖം മുറിയുന്നുണ്ട്. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. ഞാൻ ഇതെല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി. അതുകൊണ്ട് മര്യാദക്ക് എല്ലാം അകത്ത് തന്നെ ഇരുന്നോണം. പെട്ടെന്നാണ് കഥകിലായിട്ടൊരു മുട്ട് കേൾക്കുന്നത്. 4 പേരും ശരിക്കും പേടിച്ചു. പ്ലീസ് ഒന്ന് കഥക് തുറക്കണേ, ഞാനൊരു പട്ടാളക്കാരനാ. സാർ പ്ലീസ് ഒന്ന് കഥക് തുറക്ക്. ഇവിടെ ആരും കഥ തുറക്കാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് തിരികെ പോ. എന്നാൽ ഫ്രാൻസിസ് അത് പറഞ്ഞതും ജോഷ വന്ന് ആ
പലക എടുത്തങ്ങ് മാറ്റി. ശേഷം പുറത്തുണ്ടായിരുന്ന സോൾജറെ അവനകത്തേക്ക് കയറ്റുന്നു. ഫ്രാൻസിസ് ഇപ്പോഴും ഒരു തോക്ക് അയാളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഫ്രാൻസിസ്, ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല, ഇയാൾ ഓക്കെയാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ ഡെൽറ്റ ക്യാമ്പിൽ നിന്നാ വരുന്നത്. ഡെൽറ്റ ക്യാമ്പോ? നിങ്ങൾ എങ്ങനെ എവിടെ എത്തിയത്? ഇവിടെ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. കൂടെ തന്നെ എന്തെങ്കിലും ആഹാര സാധനം ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാനും. പക്ഷേ തിരികെ പോകുന്ന വഴി ഞങ്ങൾ സോംബികളുടെ കയ്യിൽപ്പെട്ടു. എന്റെ കൂടെയുള്ള എല്ലാവരെയും സോംബികൾ കൊന്നു. ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. പക്ഷേ എന്നെ രക്ഷിച്ചത് വേറൊരാളാ. അയാളാ പറഞ്ഞത് ഈ വശത്തെ കൂടിയാൽ ഒരു വീടുണ്ടെന്ന്. അയാള് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അത് ഡിയാഗയാണെന്ന് ഐറിസിന് മനസ്സിലായി. അയാൾക്ക് എന്താ പറ്റിയത്? ഓടുന്ന വഴി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കുറെ സോംബികളിട്ട് കടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇത് കേട്ടതും ഐറിസിന് നല്ല ദേഷ്യം വരുന്നു. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? എന്നാൽ ഫ്രാൻസിസ് അത് വലിയ മൈൻഡ് കൊടുത്തില്ല. അവൻ ആ പട്ടാളക്കാരനെ ജനറേറ്റർ റൂമിലിട്ട് പൂട്ടുന്നു. ഇനി ഒരു പക്ഷേ അവൻ സോംബിയായി മാറിയാലോ? എന്തായാലും രാവിലെ ആകുമ്പോഴേക്ക് അറിയാൻ പറ്റും. അങ്ങനെ അന്ന് രാത്രിയായതും ജോഷുവ ഐറിസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മ, ഞാൻ ഡിയോഗ അങ്കിളിനെ തേടി പോവാ. ഇനി അതിന് പറ്റില്ല മോനെ. ആ പട്ടാളക്കാരൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? അറിയാം, എങ്കിലും എനിക്ക് ട്രൈ ചെയ്യണം. ഇനിയും എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റില്ല അമ്മ. മാത്രമല്ല ഡിയാഗോ അങ്കിളാണ് എന്റെ യഥാർത്ഥ അച്ഛനെന്ന് എനിക്കറിയാം. ഐറിസ് എത്ര പറഞ്ഞു നോക്കിയിട്ടും പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ് ജോഷുവ. അവസാനം അവന്റെ ഇഷ്ടത്തിന് വിടാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ഇവിടെ കിടന്ന് ഇങ്ങനെ നരയിക്കുന്നതിലും ഭേദം പുറത്ത് സോംബികളുമായിട്ട് പോരാടുന്നതല്ലേ. അങ്ങനെ നേരം വെളുത്തതും ഫ്രാൻസിസ് വീണ്ടും സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഫ്രാൻസിസ് തന്റെ അച്ഛന്റെ പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു സൈക്കോയെ പോലെ. ഐറിസ് ആണെങ്കിൽ ആ പട്ടാളക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് അയാൾക്ക് കഴിക്കാൻ ആഹാരം കൊടുക്കുകയാണ്. ലൂക്കാസ് അയാളുടെ നല്ല കൂട്ടാവുകയും ചെയ്തു. അന്നേരമാണ് നമ്മുടെ ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് വരുന്നത്. ജോഷു എന്തിയെ? ഞങ്ങൾക്കറിയില്ല. അത് കേട്ടുകൊണ്ട് ഫ്രാൻസിസ് മെയിൻ ഡോറിന്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ദേ അത് തുറന്നു കിടക്കുന്നു. അതും കൂടി കണ്ടതും അയാൾ ശരിക്കും ഒരു സൈക്കോയായി മാറി. കയ്യിലൊരു ചുറ്റികയുമായി നേരെ മുകളിലേക്ക് വന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ പട്ടാളക്കാരന്റെ തല നോക്കി ഒരു ഒറ്റയടി. ഓൺ ദ സ്പോട്ടിൽ അയാൾ മരിച്ചു. നീ കൊള്ളാലോ, അവസാനം എന്റെ മോനെ എന്റെ അടുത്ത് നിന്ന് പിരിച്ചല്ലേ? നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ട് അങ്ങനെ ചെയ്തത്? അത്രയും പറഞ്ഞ് അവളുടെ തലയ്ക്ക് ഒരു ഒറ്റയടി. അപ്പൊ തന്നെ അവളുടെ ബോധവും പോയി. പിന്നീട് ബോധം വന്നതും ഐറിസ് ജനറേറ്റർ റൂമിലായിരുന്നു. കൂടെ തന്നെ ലൂക്കാസും ഉണ്ട്. രണ്ടുപേരെയും ആ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ആണെങ്കിൽ താൻ കൊന്ന ആ പട്ടാളക്കാരന്റെ മുന്നിൽ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കിയപ്പോൾ ദേ ആ പട്ടി, ഫ്രാൻസിസിനെ കടിച്ച അതേ പട്ടി. എന്നാൽ ആ സൈക്കോ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പട്ടിയും കൊന്നു കളഞ്ഞു. ശേഷം അതിന്റെ മാംസം വെട്ടിയെടുത്ത് ഫ്രൈ ചെയ്ത് നേരെ ഐറിസിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ അത് തിന്നു കാണിക്കുകയും ചെയ്തു. വിശപ്പ് കാരണം ലൂക്കാസ് കൈ നീട്ടിയതും പെട്ടെന്ന് ഐറിസ് തടയുന്നു. അത് കേട്ട് ദേഷ്യം വന്നതും ഫ്രാൻസിസ് ആ തട്ടെടുത്ത് വലിച്ചെറിഞ്ഞു. അതിൽ നിന്നും ഒരു കത്തി തറയിൽ വീണിരുന്നു. ഫ്രാൻസിസ് കാണാതെ ഐറിസ് അത് എടുക്കാനായിട്ട് പോയതും പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ തിരിഞ്ഞു. എങ്ങനെയെങ്കിലും ഫ്രാൻസിസിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഐറിസ് അവരിന്ന് സോപ്പിടാൻ നോക്കി. പക്ഷേ അതവിടെ ഏറ്റില്ല. നിന്റെ ട്രിക്കൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി, എന്നോട് ഇറക്കണ്ട. അതും പറഞ്ഞ് ആ കത്തിയും എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. ഐറിസിനാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ജനലിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ പലക ഇളക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. കാരണം അത് രണ്ട് വശത്തു നിന്ന് അടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഫ്രാൻസിസ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ലൂക്കാസിന്റെ നിലവിളി കേൾക്കുന്നത്. നിലവിളി കേട്ടതും ലൂക്കാസിന് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് കരുതി അയാൾ പേടിയോടെ ഓടി അവിടേക്ക് വരുന്നു. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ആ നിമിഷം തന്നെയാണ് ഐറിസ് മൂർച്ചയുള്ള ഒരു സാധനം കൊണ്ടുവന്ന് അവന്റെ ഷോൾഡറിലേക്ക് കുത്തി ഇറക്കുന്നത്. ശേഷം അവനെ ആ മുറിയിൽ പൂട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. ഫ്രാൻസിസിനാണെങ്കിൽ ആ മുറിയിൽ പെട്ടുപോയതും വീണ്ടും തന്റെ അച്ഛൻ വരുന്നതായിട്ടും തന്നെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് ഇല്യൂഷൻ തോന്നാൻ തുടങ്ങി. ഇവിടെ ഇതേ സമയം മെഡിസിൻ ഇരിക്കുന്ന ബാഗെല്ലാം എടുത്തുകൊണ്ട് ഐറിസും ലൂക്കാസും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് എന്തോ കണ്ടതുപോലെ രണ്ടുപേര് ഷോക്കാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ പട്ടാളക്കാരന്റെ ബോഡി എടുത്ത് ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതൊരു സോംബി തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോംബി വേറെ ആരുമല്ല, അത് നമ്മുടെ ഡിയാഗോ ആയിരുന്നു. ഐറിസിനെയും ലൂക്കാസിനെയും കണ്ടതും ആ സോംബി അവരെ കൊല്ലാനായിട്ട് അകത്തേക്ക് ഓടി വരുന്നു. വേറെ വഴിയില്ലാതെ രണ്ടുപേരും വീണ്ടും അകത്തേക്ക് തന്നെ ഓടി. പക്ഷേ ഡോർ അടയ്ക്കുന്നതിന് മുന്നേ ആ സോംബി അകത്തേക്ക് കയറിയിരുന്നു. പേടിയോടെ രണ്ടുപേരും മുകളിലേക്ക് ഓടി കയറിയപ്പോഴാണ് ആ സോംബി ഐറിസിന്റെ കാലെ പിടിച്ച് വലിക്കുന്നത്. എന്ത് വേണമെന്നറിയാതെ ലൂക്കാസും ആകെ പേടിച്ചുപോയി. പുറത്ത് നടക്കുന്ന ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ ഫ്രാൻസിസും കേൾക്കുന്നുണ്ട്. തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്തോ ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ഓടി വന്ന് സർവ്വശക്തിയും എടുത്ത് ആ ഡോർ അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. ഇവിടെ ഇതേ സമയം സോംബി നമ്മുടെ ഐറിസിനെ കടിക്കാനായിട്ട് വന്നതും ലൂക്കാസ് തന്റെ കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റ് വെച്ച് അതിന്റെ തലക്കടിക്കുന്നു. അതോടെ ആ സോംബി ലൂക്കാസിന് നേരെ തിരിഞ്ഞു. എന്നാൽ അവള് വേഗം ചെന്ന് സോംബിയെ പിടിച്ചു മാറ്റി. പക്ഷേ ഐറിസിനും അതിനോട് പിടിച്ചു നിൽക്കാനായില്ല. അത്രയും ശക്തി ഉണ്ടായിരുന്നു അതിന്. അവസാനം അതവളെ കടിച്ചില്ല എന്നായതും ആ സമയത്ത് തന്നെയാണ് ഫ്രാൻസിസ് കഥ ഉടച്ച് പുറത്തേക്ക് വരുന്നതും. അവൻ ഓടി വന്ന് ആ സോംബിയെ പിടിച്ചു മാറ്റി തന്റെ കയ്യിലുള്ള കത്തി വെച്ച് അതിനെ കുത്തി കൊല്ലുന്നു. എന്നാൽ അതിനെ കൊന്നിട്ടും ഫ്രാൻസിസിന്റെ ദേഷ്യം മാറിയിരുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്. നീ കാരണമായി ഈ സോംബി വീടിനുള്ളിൽ കയറിയത്. അങ്ങനെ ഒരു പറഞ്ഞ് ഐറിസിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂക്കാസിന്റെ കരച്ചിൽ അവർ കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ സോംബിയുടെ കടിയേറ്റിരുന്നു. സോംബി വൈറസ് അവന്റെ കയ്യിലൂടെ പടർന്നു കയറുന്നത് കാണാം. ഇനിയുള്ള ഒരേ ഒരു മാർഗം കൈ മുറിച്ച് കളയുക എന്നതാണ്. സമയം കളയാനില്ലാതെ അവള് വേഗം അവന്റെ കൈയുടെ കുറച്ച് മുകളിൽ വെച്ച് വരിഞ്ഞു കെട്ടുന്നു. ഫ്രാൻസിസ്, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്, ഒട്ടും സമയമില്ല. എന്നാൽ അവനാകെ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായി. താൻ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യണം. വേദന കുറയാൻ വേണ്ടി ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ശേഷം ഒരു കത്തി വെച്ച് ആ കൈയങ്ങ് വെട്ടിമാറ്റി.
ശേഷം മുറിവ് വെച്ച് കെട്ടുന്നു. എന്താ നോക്കിയിരിക്കുന്നത്? ഒരുപാട് രക്തം പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിയേ പറ്റൂ, വേഗം പോയി നമ്മുടെ വാൻ എടുത്തോണ്ട് വാ. ഐറിസ് പറഞ്ഞതും വേറെ ഒന്നും ചിന്തിക്കാതെ ഫ്രാൻസിസ് പെട്ടെന്ന് കാർ എടുക്കാനായിട്ട് ഓടുന്നു. ഓടി ഓടി പാലത്തിൽ കിടക്കുന്ന തങ്ങളുടെ വാനിന്റെ അടുത്ത് എത്തിയതും അവിടെ കയ്യിലൊരു തോക്കുമായിട്ട് ജോഷുവെ നിൽപ്പുണ്ടായിരുന്നു. ജോഷുവെ കണ്ടതും ഫ്രാൻസിസിന് ഹാപ്പിയായി. നീ ഇത് എവിടായിരുന്നു? വാ നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം. അതും പറഞ്ഞ് ഫ്രാൻസിസ് മുന്നോട്ടേക്ക് നടന്നതും പേടിച്ചു പോയി ജോഷുവ പെട്ടെന്ന് അവൻ അറിയാതെ വെടിവെക്കുന്നു. അത് കൃത്യമായിട്ട് ഫ്രാൻസിസിന്റെ നെഞ്ചിൽ തന്നെ കൊള്ളുകയും ചെയ്തു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഫ്രാൻസിസിനെ കണ്ടപ്പോഴാണ് എന്താണ് ശരിക്കും നടന്നതെന്ന് ജോഷയ്ക്ക് ബോധം വരുന്നതും. സോറി അച്ഛാ, ഞാൻ അറിയാതെ ചെയ്തതാ, പേടിച്ചപ്പോ അറിയാതെ പറ്റിപ്പോയതാ. സാരമില്ല പോട്ടെ, സോംബികളുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലതും നിന്റെ കൈകൊണ്ട് മരിക്കുന്നതാ. അച്ഛന് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ നിന്റെ അമ്മയ്ക്കും അനിയനും സഹായം വേണം. ഈ വാനും എടുത്തുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോ. അത് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ അവന്റെ ശ്വാസവും നിലച്ചു. ശേഷം ജോഷ വാനും എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.